ഭഗവത്ഗീത ആർക്കൊക്കെ ഉപയോഗിക്കാമെന്നുള്ള എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഭഗവത്ഗീത. പക്ഷേ അത് പുസ്തകം മൊത്തമല്ല. ബുദ്ധിയോഗം, സാഖ്യം പറഞ്ഞിട്ട് ബുദ്ധിയോഗത്തിൽ ഒരു പോയിൻ്റ് 2 പോയിൻ്റ് വിശദീകരിച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീത നിങ്ങളിലുള്ള സാധാരണക്കാരനുള്ള ഈ റോള് കഴിഞ്ഞു. പിന്നൊക്കെ വേദി പ്രയോഗങ്ങൾക്കുള്ളതാണ് കർമ്മസിദ്ധാന്തത്തിലൊക്കെ വരുന്നത്. അവിടെ നിന്ന് 4ാമത്തെ അധ്യായത്തിൽ അതൊന്നും നിങ്ങളായിട്ട് ബന്ധപ്പെട്ടല്ല. അതാ കർമ്മം ചെയ്യുന്നവർക്കാണ്. വേദപ്രയോഗക്കാണ്. ഈ ഒരു കർമ്മം ചെയ്യാണ്ട് ഇത് മാത്രം പറഞ്ഞു നടക്കുന്നവർക്ക് എന്തിനാണ് ഭഗവത്ഗീത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പുസ്തകം ഇങ്ങനെ വായിച്ച് വിശദീകരിച്ച് ഇങ്ങനെ ആൾക്കാരെ സൂചിപ്പിച്ച് മറ്റേ മുക്തി മോക്ഷമൊക്കെ പറഞ്ഞ് ഒരു ഭഗവാൻ കൃഷ്ണനായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് പറയണത്. ഒരു നിമിഷം പോലും ആൾ പറഞ്ഞത് എനിക്ക് 3 ലോകങ്ങൾ കർമ്മങ്ങളില്ല, എന്നിട്ട് പോലും ഞാൻ തേരാളിയായി. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് നിങ്ങൾ കർമ്മം ചെയ്യാതിരിക്കും. ഓരോ നിമിഷത്തിലും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന പറയണത്. ആ കൃഷ്ണനെ ആണ് ചാപ്പ കുത്തിയത്. ഇപ്പോൾ ഇത് സ്റ്റുഡൻസിന് വളരെ ഇതിൽ ബുദ്ധിയോഗത്തിൽ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. യോഗാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. അതായത് കർമ്മം ചെയ്യുന്ന സമയത്ത്, അതാണ് കർമ്മണ്യവാധികാരസ്ഥ 4:2-47 ബുദ്ധിയോഗത്തിലെ പറഞ്ഞത്. നീ പഠിക്കുകയാണെങ്കിൽ ആ പഠിപ്പുമായി മാറണം നീ. അതാണ് വേദാന്തം. ഞാൻ ആരാണെന്ന് വെച്ചാൽ ഞാൻ പഠിപ്പാണ്. എപ്പോൾ പഠിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ സൈക്കിൾ ചവിട്ടുന്നത് സൈക്കിൾ ചവിട്ടലാണ്. ആ കർമ്മമായിട്ട് മാറണം. അതാണ് ബ്രെയിൻ പ്രോസസ് സയൻസ് അവിടെയാണ് വരുന്നത്. ഇപ്പോൾ നീ പഠിക്കുന്ന സമയത്താണെങ്കിൽ നീ പഠിപ്പാകുന്ന ഞാനായി മാറണം. വേറെ അവിടേക്ക് ഒന്നൊരു ചിന്തകളും വരാൻ പാടില്ല. SSLC പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏത് ജോലി ആയിക്കോട്ടെ, ആ ജോലിയാകുന്ന ഞാനായി മാറണം. അവിടെ പിന്നെ മറ്റൊന്നിന് സ്ഥാനമില്ല. ഇത് ഉറച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത നിങ്ങളിൽ പൂർണ്ണമായിട്ട് ഉണർന്നു. ബാക്കിയുള്ള സെക്ഷൻ 18 അധ്യായം നിങ്ങൾക്കുള്ളല്ലത്. ഞാൻ പറഞ്ഞു, തലച്ചോറ് വെച്ചിട്ട് ഇങ്ങനെ പ്രപഞ്ചത്തെ തിരിച്ചറിയാവുന്നവർക്കുള്ള കുറച്ച് നോട്ടാണത്. ഇപ്പോൾ പട്ടാളക്കാരൻ ആ സമയത്ത് ഒരു യോദ്ധാവ് മാത്രമായി മാറണം. അവൻ്റെ ഭാര്യ മക്കളെ ആലോചിച്ച് കഴിഞ്ഞാൽ അവന് പഠിക്കാൻ പറ്റില്ല. ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മളെ അവരൊക്കെ പോയില്ലേ, അവരാ സമയത്ത് കുടുംബമല്ല, അവരാ കർമ്മമായി മാറണം. എപ്പോഴാണോ ആ കർമ്മത്തിൽ നിന്ന് വിട്ട് തിരിച്ച് ഗ്രഹത്തിലെത്തുന്നത്, അപ്പോൾ ആ ഗ്രഹത്തിലെ നാഥനായി മാറണം. ഇതാണ് ബുദ്ധിയോഗത്തിൽ ഒറ്റ സാധനം എടുക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞു പറ്റിക്കണ്ട. ബുദ്ധി മുക്തി മണ്ണാങ്കട്ടാണൊന്നും ഇവർ പറയുന്നൊന്നുമല്ല. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ 18 അധ്യായം ഞാൻ വിശദീകരിക്കും. അത് എൻ്റെ അനുഭവമാണ്. ഇതാണ് പഠിക്കുന്ന കുട്ടികൾക്ക്, ജോലി ചെയ്യുന്നവർക്ക്, പോരാടുന്നവർക്ക്, യോദ്ധാക്കൾക്ക്, സയൻറ്റിഫിക് റിസർച്ചേഴ്സിന് ഭഗവത്ഗീതയുടെ ബുദ്ധിയോഗം മാത്രമേ ഉള്ളൂ. വേറെ